നമ്മളിന്നൊരു തിയറിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ റോബർട്ട് സ്റ്റേൺബർഗിൻ്റെ ട്രയാങ്കിൾ തിയറി ഓഫ് ലവ് എന്ന തിയറി നമുക്കൊന്ന് നോക്കാം. ഒരു ത്രികോണത്തിന് 3 വശങ്ങളുള്ളതുപോലെ പ്രണയത്തെ 3ആയിട്ട് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാണ് ആ ക്ലാസിഫിക്കേഷൻസ്? ഫസ്റ്റ് വണ്ണാണ് ഇൻറ്റിമസി, അതായത് സൗഹൃദ സ്നേഹം. നമ്മുടെ സൗഹൃദത്തിൻ്റെ ഒരു എക്സ്ട്രീം ലെവലാണ് എന്ന് പറയാം. പക്ഷേ ഒരു മാരേജ് കൺസെപ്റ്റ് ഒന്നും ഇതിൽ അത്ര പ്രായോഗികമല്ല. പക്ഷേ ഫ്രണ്ട്ഷിപ്പ്, നല്ല കട്ട ഫ്രണ്ട്ഷിപ്പായിരിക്കും. എന്ത് ഫീലിങ്ങും തുറന്നു പറയാൻ പറ്റിയൊരു റിലേഷൻഷിപ്പാണിത്. അതുകൊണ്ടാണ് പാഷൻ, അതായത് ലൈംഗിക ആകർഷണം. വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല, സെക്സ് ചെയ്യാമെന്ന് മാത്രമായിരിക്കും ഇവരുടെ ലക്ഷ്യം. ആ ഓപ്പോസിറ്റ് ആളോട് പ്രണയം തോന്നുന്നത് പോലും അയാളുടെ സെക്ഷൽ അട്രാക്ഷൻ, ഫിസിക്കൽ അപ്പിയറൻസ് കണ്ടിട്ടായിരിക്കും. ഇത് മാരേജിലേക്ക് കടക്കില്ല എന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അറിയാവുന്ന കാര്യമാണ്. ട്രയാങ്കിളിൻ്റെ ഏറ്റവും അറ്റത്ത് കിടക്കുന്നതാണ് കമ്മിറ്റ്മെൻറ്റ്. ദീർഘകാലം നിലനിർത്താനും വിവാഹത്തിലേക്ക് പോകാനും ഏറ്റവും സാധ്യതയുള്ള പ്രണയമാണ്. ഇവിടെ ഒരു ഹാഫായിട്ട് നമുക്ക് ഫിസിക്കൽ അട്രാക്ഷനും ഹാഫായിട്ടൊരു മെൻ്റൽ അട്രാക്ഷനും തോന്നാൻ സാധ്യതയുണ്ട്. സോ നിങ്ങളും കമ്മിറ്റ്മെൻറ്റാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. മറ്റു രണ്ടും ടൈം വേസ്റ്റിംഗ് ആണ്, നിങ്ങളുടെ ലൈഫ് വരെ സ്പോയിലാവാൻ ചാൻസ് ഉണ്ട്. സോ ബി കമ്മിറ്റ്മെൻറ്റ്. ഇറ്റ്സ് മീ വിഷ്ണു, ഹംസധ്വനി.mix.